സ്ത്രീയും പുരുഷനും ട്രാൻസ് വ്യക്തികളും ഓരോ ദൈവത്തിന്റെ സൃഷ്ടികളാണ് എന്നിരിക്കെ ട്രാൻസ് സ്ത്രീകളെ പൂർണ്ണമായും അവഗണിക്കുന്ന ചിന്താഗതിയിൽ നിന്ന് ഒരു പരിധിവരെ സമൂഹം മാറിയിട്ടുണ്ട്. എന്നാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾ ഇപ്പോൾ ട്രാൻസ് വ്യക്തികളോട് വലിയ വേർതിരിവാണ് കാണിക്കുന്നത്. സ്ത്രീ എന്ന വിശേഷണത്തിൽ നിന്ന് ട്രാൻസ്ജെൻഡർ സ്ത്രീകളെ ഒഴിവാക്കിയ UK സുപ്രീം കോടതിയുടെ നിർണായക വിധിയിൽ സന്തോഷം പ്രകടിപ്പിച്ച് ഇതിനിടയിൽ സാഹിത്യകാരി JK റൗളിംഗ് രംഗത്ത് വന്നു. സ്ത്രീ എന്നതിന്റെ നിയമപരമായ നിർവചനം ജനന സമയത്തെ ഒരു വ്യക്തിയുടെ ലിംഗത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് ജസ്റ്റിസ് പാട്രിക് ഹോഡ്ജ് അധ്യക്ഷനായ 5-അംഗ ബെഞ്ച് ബുധനാഴ്ച ഏകകണ്ഠമായി വിധിച്ചിരുന്നു. സിഗരറ്റ് വലിക്കുകയും മദ്യപിക്കുകയും ചെയ്യുന്ന ചിത്രം പങ്കുവച്ചുകൊണ്ടായിരുന്നു റൗളിംഗിന്റെ ആഹ്ലാദ പ്രകടനം. എ ടീം എന്ന US സീരീസിലെ ജോർജ് പപ്പാഡ് അവതരിപ്പിച്ച ജോൺ ഹാനിബൽ സ്മിത്ത് എന്ന കഥാപാത്രം പറയുന്ന വിഖ്യാതമായ ഡയലോഗായ I love it when a plan comes together എന്ന ഡയലോഗിനൊപ്പമാണ് റൗളിംഗ് പോസ്റ്റ് പങ്കുവച്ചത്. സുപ്രീം കോടതി, വിമൻ റൈറ്റ്സ് തുടങ്ങിയ ഹാഷ്ടാഗുകളും ഇതോടൊപ്പം പങ്കുവച്ചു. ട്രാൻസ് വിരുദ്ധ പരാമർശം നടത്തിയെന്ന് ആരോപിക്കപ്പെട്ട് രൂക്ഷമായ വിമർശനം നേരിടേണ്ടി വന്ന വ്യക്തിയാണ് JK റൗളിംഗ്. ആർത്തവ ശുചിത്വം സംബന്ധിച്ച ലേഖനത്തിന്റെ തലക്കെട്ടിനെ കളിയാക്കിയതാണ് വിവാദത്തിന് തുടക്കമായത്. പീപ്പിൾ ഹൂ മെൻസ്ട്രുവേറ്റ്, ആർത്തവമുള്ള സ്ത്രീകൾ എന്ന പദപ്രയോഗത്തിന് പകരം സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പോരെ എന്നുള്ള ചോദ്യത്തെ വിമർശിച്ച് ആരാധകർ ഉൾപ്പെടെ രംഗത്തെത്തി. സ്ത്രീകൾക്ക് മാത്രമല്ല ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്കും ആർത്തവം ഉണ്ടാകുമെന്ന് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. പിന്നീട് അതിന്റെ പേരിൽ ഒട്ടേറെ സംവാദങ്ങൾ നടന്നു. ട്രാൻസ് വിഭാഗത്തിൽപ്പെടുന്നവരെ വനിതാ കായിക മത്സരങ്ങളിൽ ഉൾപ്പെടുത്തുന്നതിൽ JK റൗളിംഗ് രംഗത്ത് വന്നതും വിവാദമായി. ട്രാൻസ് വിഭാഗത്തിലുള്ളവർക്ക് കായികക്ഷമത സ്ത്രീകളെ അപേക്ഷിച്ച് കൂടുതലായിരിക്കുമെന്നും ഇത് അനീതിയാണെന്നുമാണ് JK റൗളിംഗ് പറയുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണിത്. താൻ ട്രാൻസ് വിരുദ്ധയല്ലെന്നും സ്ത്രീകളുടെ അവകാശത്തെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്നും JK റൗളിംഗ് പിന്നീട് വിശദീകരിച്ചു. 2010 UK ലിംഗ സമത്വ നിയമം അനുശാസിക്കുന്നത് പ്രകാരമാണ് സുപ്രീം കോടതി വിധിച്ചത്. അതേസമയം EA പ്രകാരം ട്രാൻസ്ജെൻഡറുകൾക്ക് വിവേചനത്തിൽ നിന്ന് സംരക്ഷണം ലഭിക്കുമെന്ന് കോടതി പറഞ്ഞു. സ്കോട്ട്ലൻഡ് സർക്കാരും ഫോർ വിമൻ സ്കോട്ട്ലൻഡ് എന്ന സ്ത്രീ അവകാശ സംഘടനയും തമ്മിൽ വർഷങ്ങളായുള്ള നിയമ പോരാട്ടത്തിന്റെ പരിസമാപ്തിയാണ് വിധി. ലിംഗമാറ്റത്തിലൂടെ സ്ത്രീയായി എന്നത് അംഗീകരിച്ചുള്ള സർട്ടിഫിക്കറ്റുകൾ ലഭിച്ച രാജ്യത്തെ ട്രാൻസ്ജെൻഡറുകളെ സ്ത്രീയായി പരിഗണിക്കാനാവില്ലെന്ന് വിധി വ്യക്തമാക്കും. ട്രംപിന്റെ ഭരണത്തിൽ US-ൽ ട്രാൻസ്ജെൻഡറുകളെ അടിച്ചമർത്തൽ നേരിടുമ്പോഴാണിത്. ട്രാൻസ് വിഷയത്തിൽ മൗനം പാലിക്കുന്ന പ്രധാനമന്ത്രി കെയ്ർ സ്റ്റാമറുടെ ലേബർ സർക്കാരിനു മേൽ വിധി കൂടുതൽ സമ്മർദ്ദമുണ്ടാക്കിയേക്കും. ലിംഗസമത്വ നിയമത്തിന്റെ വ്യാഖ്യാനങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു നിയമ പോരാട്ടത്തിന്റെ കാരണം. സ്കോട്ട്ലൻഡിലെ പൊതുസ്ഥാപനങ്ങളുടെ ബോർഡുകളിൽ 50% വനിതാ പ്രാതിനിധ്യം ഉണ്ടായിരിക്കണമെന്ന് 2018 സ്കോട്ടിഷ് പാർലമെന്റ് പാസാക്കിയ നിയമത്തെ ചോദ്യം ചെയ്താണ് ഫോർ വിമൻ സ്കോട്ട്ലൻഡ് കേസ് നൽകിയത്. ആ നിയമം ട്രാൻസ് സ്ത്രീകളെയും സ്ത്രീകളായാണ് കണക്കാക്കുന്നത്. സ്കോട്ടിഷ് സർക്കാരിന്റെ നിയമത്തിൽ വ്യക്തതയില്ലെന്ന് പറഞ്ഞു നൽകിയ കേസ് കീഴ്ക്കോടതികളിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് സംഘടന സുപ്രീം കോടതിയെ സമീപിച്ചത്. സ്കോട്ട്ലൻഡിന്റെ EA നിയമപ്രകാരം ജെൻഡർ റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് കൈവശമുള്ള ട്രാൻസ് സ്ത്രീകൾക്ക് ജനനം കൊണ്ട് സ്ത്രീയായ ഒരാൾക്ക് കിട്ടുന്ന അതേ പരിരക്ഷ കിട്ടുമെന്ന് സ്കോട്ടിഷ് സർക്കാർ വാദിച്ചു. സ്കോട്ടിഷ് സർക്കാരിന്റെ വ്യാഖ്യാനം ശരിയല്ലെന്നും GRC സർട്ടിഫിക്കറ്റുകൾ അവതരിപ്പിച്ച 2004 ജെൻഡർ റെക്കഗ്നേഷൻ നിയമവുമായി EA നിയമം പൊരുത്തപ്പെടുന്നില്ലെന്നും സുപ്രീം കോടതി വിധിന്യായത്തിൽ വ്യക്തമാക്കി. വസ്ത്രം മാറുന്ന മുറികൾ, ഹോസ്റ്റലുകൾ, മെഡിക്കൽ സേവനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഏകലിംഗ ഇടങ്ങളും സേവനങ്ങളും ലൈംഗികതയെ ജീവശാസ്ത്രപരമായ ലൈംഗികതയായി വ്യാഖ്യാനിച്ചാൽ മാത്രമേ ശരിയാകൂവെന്ന് കോടതി പറഞ്ഞു. ഇത് ട്രാൻസ്ജെൻഡർ സ്ത്രീകൾക്ക് ഏകലിംഗ ഇടങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള അവകാശം ഇല്ലാതാക്കിയേക്കും.